മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നു. ദില്ലിയിലേക്കാണ്. ദില്ലിയിൽ വീണ്ടും നാടകീയ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. രാഹുൽ ഗാന്ധി വിളിച്ച പ്രതിപക്ഷ എംപിമാരുടെ യോഗം ആരംഭിച്ചു. യോഗം നടക്കുന്ന രാഹുലിന്റെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി. പ്രവർത്തകരെ തടയാനുള്ള പോലീസിന്റെ ശ്രമം വിഫലമായി. ദൃശ്യത്തിലേക്ക് പോവാം. ഇതന്നെ ഹലോ യെസ് നോബൽ, എംപിമാരുടെ പ്ലാൻ എന്താണ്? രാഹുൽ ഗാന്ധി എവിടെയാണ്? എന്താണ് പ്ലാൻ? അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരം തീസ് ഹസാരിയിലേക്ക് എംപിമാരുടെ മാർച്ചാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കെ സി വേണുഗോപാൽ മുന്നിൽ നിന്ന് ഈ മാർച്ച് നയിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, സുപ്രിയ സുരയുണ്ട്. കെ സി എന്താണ് പ്ലാൻ? എങ്ങനെയാണ് മാർച്ച്? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ മാർച്ചിന്റെ മുൻനിരയിലേക്ക് എത്തും. അതിനുശേഷം തീസ് ഹസാരിയിലേക്ക് ഈ മാർച്ച് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. നേരത്തെ 2 ബസ്സുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് അകത്തേക്ക് കയറ്റിയിരുന്നു. ഇപ്പോൾ ആ ബസ്സുകൾ എന്താണ് പുറത്തേക്ക് എംപിമാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട എംപിമാരൊക്കെ നടന്നാണ്. ഇപ്പോൾ സുപ്രിയ സുലെ അടക്കമുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ എംപിമാർ നടന്നാണ് എന്നാണെങ്കിലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം എംപിമാരെ പിന്തുണച്ചുണ്ട്. മാം, വാട്സ്ആപ്പ് പ്ലാൻ സന്തോഷ് കുമാർ അടക്കമുള്ള എംപിമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രതിപക്ഷത്തെ മുഴുവൻ എംപിമാരും ഒപ്പം അവർക്ക് പിന്തുണയെ ഒരുപാട് ആളുകളും ഇപ്പോൾ എന്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. എംപിമാർ വാഹനങ്ങളിലേക്ക് ബസ്സുകളിലേക്ക് കയറുകയാണ്. എംപിമാരെ ബസ്സിൽ കയറ്റി തീസ് ഹസാരിയിൽ പോയി അവിടെ ഒരു മാർച്ച് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരമുള്ളത്. എംപിമാരെ എല്ലാം ബസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ബസ്സിൽ കയറി. എന്താണെങ്കിലും അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ രാത്രി ഉണ്ടാകുന്നു. പ്രതിപക്ഷത്തെ മൊത്തം ഒപ്പം നിർത്തി വലിയൊരു പ്രതിഷേധം. ഈ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും കളം ഒരുക്കിയിരിക്കുന്നത്. എംപിമാർ ഓരോരുത്തരായി ബസ്സിലേക്ക് കയറുകയാണ്. കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ കയറുന്നു. മറ്റ് എംപിമാരെയൊക്കെ ബസ്സിൽ കയറ്റിക്കൊണ്ട് ഈ പ്രതിഷേധം അത് വലിയ രീതിയിൽ മറ്റൊരു തീസ് ഹസാരിയിൽ എത്തിയ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് മാറാനാണ് ഇപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ വാഹന വ്യൂഹങ്ങൾ എന്താണെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ പ്രതിഷേധമായി തന്നെ കോൺഗ്രസ് ഈ രാത്രിയും കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. എന്താണെങ്കിലും കൃത്യമായി തന്നെ പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ഇപ്പോൾ എന്താണെങ്കിലും ആരംഭിക്കാൻ പോകുന്നു. മറ്റ് എംപിമാർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഡൽഹിയിൽ ചടുലമായ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധിയും എംപിമാരും കാഴ്ചവെക്കുന്നത്. ഈ പ്രതിഷേധം ഇനി എങ്ങനെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൽ കൂടുതൽ വ്യക്തതയില്ല. പക്ഷേ എന്തോ സംഭവിക്കാൻ പോകുന്നു. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് പാർലമെന്റ് അംഗങ്ങൾ മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ എല്ലാ എംപിമാരുമുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ എംപിമാരും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തുകയും അവിടെ നിന്ന് ഇപ്പോൾ 30 ജനുവരി മാർഗിലേക്ക് പോകാൻ തീരുമാനിക്കുകയുമാണ്. 30 ജനുവരി മാർഗ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സ്മൃതി ചെയ്യുന്ന പ്രദേശമാണ്. അതിന് തൊട്ടടുത്താണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുമുള്ളത്. അപ്പോൾ ഒരു തന്ത്രപ്രധാന മേഖലയാണ്. ഗാന്ധി സ്മൃതിയിലേക്കാണോ ഈ ഒരു മാർച്ച് പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും ഈ രാത്രിയിൽ ഈ വൈകിയ സമയത്ത് ഇങ്ങനെയൊരു മാർച്ച് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ കോൺഗ്രസ് എംപിമാർ, പാർലമെന്റ് അംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 30 ജനുവരി മാർഗിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ വീണ്ടും വലിയ പ്രതിഷേധ നീക്കത്തിലേക്ക് ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ നിരയിലെ എല്ലാ പാർട്ടികളും, പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി ഇപ്പോൾ 30 ജനുവരി മാർഗിലേക്ക് നീങ്ങുകയാണ്. ഇത് പോലീസ് തടയുമോ? ഇന്നും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമോ? ഇന്നും രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തതുപോലെയുള്ള ദില്ലി പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ 3 ബസ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പോകുന്നത് നമുക്ക് കാണാം. രാഹുൽ ഗാന്ധിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രതിഷേധങ്ങളെക്കുറിച്ച്. രാഹുൽ ഗാന്ധി ബസ്സിലേക്കാണ് കയറുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ബസ്സിലേക്ക് കയറി ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് 30 ജനുവരി മാർഗിലേക്ക് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അവിടെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ലക്ഷ്യം. വീണ്ടും ഒരു മിന്നൽ പ്രതിഷേധമാണ്. കഴിഞ്ഞ തവണ അത് അസാധാരണമായി അവിടെ സംഘടിച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ 2 വാഹനങ്ങളായി തന്നെ അങ്ങോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. പോലീസ് അതിനോട് എതിർപ്പ് കാണിക്കുന്നുണ്ടോ? മധു, ഈ ഒരു നീക്കം പോലീസ് തടയാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ മേഖലയൊക്കെ തന്നെ അതീവ സുരക്ഷാ മേഖലയായതുകൊണ്ട് തന്നെ അവിടെ ഒരു സമരം നടത്താനുള്ള അനുമതി പോലീസ് നൽകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ ബസ്സിൽ പോകുന്ന നേതാക്കളെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അവിടേക്ക് കടത്തിവിടാനോ അവിടെ ഇറങ്ങാൻ അനുവദിക്കാനോ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ ഒരു അതീവ സുരക്ഷാ മേഖല, തന്ത്രപ്രധാന മേഖല, അതീവ സുരക്ഷ നിലനിൽക്കുന്ന പ്രദേശം, പ്രത്യേകിച്ച് 2 ദിവസം മുൻപ് രാഹുൽ ഗാന്ധി സുരക്ഷാ വലയം ഭേദിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയുടെ പ്രണാമം അർപ്പിക്കുകയാണ്. ഇതിന് കാരണം ഇന്ന് ഇവിടെ ഇപ്പോൾ 6 മണിക്ക് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നെ ഇവിടെ അതോടൊപ്പം ഇന്റർനെറ്റും എല്ലാ സൗകര്യങ്ങളും ഇന്റർനെറ്റ് ഉൾപ്പെടെ എല്ലാം വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഈ തലസ്ഥാന നഗരി ആകെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ അട്ടിമറിക്കാൻ, വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് MP-മാർ മാർച്ച് ചെയ്യാണ്. ഗാന്ധിജി മരിച്ച അനുമതി ഉണ്ടായിരുന്നില്ലായിരുന്നാലും ഞങ്ങൾ അവിടേക്ക് പോകുകയാണ്. കാരണം അതെ, ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഗാന്ധിജിയെ സ്മരിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. കാരണം തലസ്ഥാന നഗരി നിശ്ചലമായിരിക്കുകയാണ്. ഡൽഹിയിലെ തലസ്ഥാന നഗരി സമരത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു സേനാ വിന്യാസം, അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ചിരിക്കുകയാണ്. 6 മണിക്ക് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇവിടെ പോലീസും അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗവും ജനങ്ങളെ ഒരു തടങ്കലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇവിടെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ ഭാഗമായി ഗാന്ധി സ്മൃതിയിലേക്ക് 30 ജനുവരി മാർഗിലേക്ക് യാത്ര ചെയ്തു. എന്തായാലും ദില്ലിയെ സ്തംഭിപ്പിച്ചിലുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ എന്തായാലും രേഖപ്പെടുത്തിയത്. ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളൊക്കെ എല്ലാ നിലയിലും ഈ സമരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം MP-മാരുടെ നേതൃത്വത്തിൽ MP-മാരും ഒക്കെ ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്താണെങ്കിലും എത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഹാരിസ് ബീർ അടക്കമുള്ള MP-മാരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് റഹീം അടക്കമുള്ള റഹീം അടക്കമുള്ള MP-മാരുണ്ട്. റഹീം MP, ഇവിടെ അതിഭീകരമായ നിലയിൽ വിദ്യാർത്ഥി വേട്ടക്കാണ് പോലീസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏത് വ്യക്തിയെയും ഏത് സമയത്തും യാതൊരു അനുവാദവും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അത് കമ്മീഷണർക്ക് പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്ത് വില കൊടുത്താണെങ്കിലും ഞങ്ങൾ ഈ സമരത്തെ മുന്നോട്ട് ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഇവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന ഞങ്ങളെ തടയാനും ഒക്കെയുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യാതൊരു വിലയും ഇത്തരത്തിലുള്ള പോലീസിന്റെ ഭീകരതയ്ക്ക് വില കൊടുക്കാതെ അതിശക്തമായിട്ടുള്ള സമരമായിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും അപ്രതീക്ഷിതവും അസാധാരണവുമായ സംഭവങ്ങൾ രാജ്യതലസ്ഥാനത്ത് അരങ്ങേറുമ്പോൾ, രാജ്യത്ത് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായ സമര നീക്കങ്ങളിലേക്ക്, പ്രതിഷേധ നീക്കങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും.